നേര് എന്ന സിനിമയുടെ വീഡിയോ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ട് ഇറങ്ങി കഴിഞ്ഞതേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കി സംശയിക്കേണ്ട, ഒരു ഓട്ടോയ്ക്കകത്ത് ഇരുന്നാണ് റിവ്യൂ ഇടുന്നത്. തിയേറ്ററിൽ അതിൻ്റെ പരിസരത്ത് നിന്ന് ഇറങ്ങണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ ഭയങ്കര തിരക്ക്, ബാക്കിയുള്ള മീഡിയാസും അല്ലെങ്കിൽ ഒരുപാട് പേര് പ്രേക്ഷകരും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു തിരക്കായി. അതുകൊണ്ട് തിയേറ്ററിന് അവിടെ നിന്ന് ഇടാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഒരു ഓട്ടോയ്ക്കകത്ത് കയറിയിരുന്നാണ് നേരിൻ്റെ വീഡിയോ റിവ്യൂ ഞാൻ ഇടുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരു നല്ലൊരു സിനിമ കണ്ടിറങ്ങിയതിൻ്റെ ഒരു സന്തോഷമാണ്. ജിത്തു ജോസഫ് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സിനിമ അവർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നേരിൻ്റെ പോസ്റ്ററിലൊക്കെ പറയുന്ന പോലെ ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ തന്നെയാണ്. ഒരു ക്രൈം നടക്കുന്നുണ്ട്. എന്താണ് ക്രൈം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് സ്പോയിലർ ആക്കുന്നില്ല. വളരെയധികം ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന പത്രത്തിലൊക്കെ നമ്മൾ സ്ഥിരം വായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ സിനിമയിലെ ക്രൈം. ആ ക്രൈമിനെ ചുറ്റിപ്പറ്റി ആരാണ് ഇര, ആരാണ് പ്രതി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കോർട്ട് റൂം കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പോൾ സിനിമയുടെ ഒരു 10 മിനിറ്റ് തന്നെ ജിത്തു പറഞ്ഞ പോലെ എല്ലാം കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെ കോടതിയിൽ തെളിയിക്കും ഇയാൾ ഈ ക്രൈം ചെയ്തു, ഇരയ്ക്ക് ഈ ഒരു ക്രൈം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് നീതി കിട്ടും എന്ന സിനിമയിൽ തെളിയിക്കണം. അത് വലിയൊരു പ്രോസസ്സാണ്. കാരണം അതിലൊരു സ്പെഷ്യൽ കാര്യമുണ്ട്. അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അതിമനോഹരമായിട്ട് സ്ക്രിപ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, സംവിധാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മികച്ച ഒരു എക്സിക്യൂഷൻ ഈ സിനിമയ്ക്ക് നടത്തിയിട്ടുണ്ട്. അതാണ് എടുത്തു പറയാനുള്ളത്. എന്നെ കൂടുതൽ സന്തോഷവാനാക്കുന്നത് മോഹൻലാലിൻ്റെ നല്ലൊരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത് കുറേ നാളിന് ശേഷം കാണാൻ പറ്റി. മികച്ചൊരു പെർഫോമൻസ് കാണാൻ പറ്റും. കാരണം മോഹൻലാലിൻ്റെ സൂക്ഷ്മ അഭിനയം, അതിൻ്റെ തലങ്ങൾ ഇതിൽ ജിത്തു ജോസഫ് കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കോടതിക്കകത്തുള്ള കുറേ സീൻസൊക്കെ ഉണ്ട്. ഒന്ന് ചിരിക്കുന്ന, അല്ലെങ്കിൽ കേസിൻ്റെ പല കോടതിയിലെ വാദമുഖങ്ങളിലും ഒന്ന് ഡൗണായി പോകുന്ന, അവിടെ നിന്ന് ഉയർന്നു വരുന്ന, ക്ലൈമാക്സിൽ ഒന്ന് കണ്ണീര് പൊഴിക്കുന്ന, അങ്ങനെ കുറച്ചധികം സീൻസ് ഉണ്ട്. അതൊക്കെ അതിമനോഹരമായിട്ട് ജിത്തു പോർട്രേ ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ അത് ഭംഗിയായിട്ട് എക്സിക്യൂഷൻ ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ കഴിഞ്ഞ ഈ സിനിമ എടുത്തു പറയേണ്ട ആൾ അനശ്വര രാജൻ. പുള്ളിക്കാരിയുടെ ഇതുവരെ ചെയ്ത സിനിമകളിൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് അത്രയും മികച്ചൊരു കഥാപാത്രമാണ്. അനശ്വര ഏതെങ്കിലും സീനിൽ മോശമായി പോയാൽ പടം മൊത്തം ഡൗൺ ആവും. അങ്ങനെ ഒരു സംഭവമേ, ഒരു ഡൗൺ സീൻസ് പോലും അനശ്വര ചെയ്തിട്ടില്ല. എല്ലാം മികച്ച സീൻസുകളായിരുന്നു. പ്രത്യേകിച്ച് എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ഒന്ന് കണ്ണീര് അണിഞ്ഞു പോകും. അത്രയ്ക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അത് അനശ്വര തുല്യമായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ അനശ്വരെ കൂടാതെ സിദ്ദിഖിൻ്റെ മികച്ചൊരു പെർഫോമൻസ് കാണാം. ജഗദീഷ്, പ്രിയാമണി, ഗണേഷ്, ഇവരുടെയൊക്കെ നല്ല പെർഫോമൻസ് കാണാം. മോഹൻലാലും സിദ്ദിഖും തമ്മിലുള്ള കോടതി രംഗങ്ങളൊക്കെ അതിമനോഹരമായിരുന്നു. അതുപോലെ മോഹൻലാൽ, പ്രിയാമണി അവർ തമ്മിലുള്ള രംഗങ്ങളൊക്കെ നല്ലതായിരുന്നു. ഈ പറഞ്ഞില്ലേ, 2.5 മണിക്കൂറിൽ നമ്മളെ കൂടുതൽ മുഷിപ്പിക്കാതെ സിനിമയിൽ കഥ പറഞ്ഞു പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ തന്നെ കോടതി രംഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ അതിമനോഹരമായിട്ട് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലായാലും ഇതെങ്ങനെ തെളിയിക്കും എന്നുള്ള പ്രോസസ്സൊക്കെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ രാത്രി സിറ്റി കോടതി അതൊക്കെ കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അതിമനോഹരമായിരുന്നു. ഈ സിനിമ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു സിനിമയായാലും നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കണം. അങ്ങനെ ഒരു ഫീലിംഗ് ഈ പടത്തിലുണ്ട്. ആ ഫീലിംഗ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ സക്സസ് ആവുന്നത്. ഈ പറഞ്ഞ പോലെ മികച്ച പെർഫോമൻസ്, നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ല സംവിധാന മികവ്, നല്ല പെർഫോമൻസ് എല്ലാം ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്തൊരു സിനിമയാണ് നേര്. ഞാൻ തരുന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ 100% ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നിരാശയും തോന്നുന്നു, വിഷമം തോന്നുന്നു. നല്ലൊരു സിനിമ കണ്ടതിൻ്റെ സംതൃപ്തി എന്തായാലും കിട്ടും. പിന്നെ നിങ്ങൾ മോഹൻലാലിനെ ഇഷ്ടമാണ് ഒക്കെ ആണെങ്കിൽ കുറേ കൂടി സന്തോഷമായിരിക്കും മോഹൻലാലിൻ്റെ നല്ലൊരു സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റിയതിൽ. മോഹൻലാലിൻ്റെ മാത്രമല്ല, അനശ്വരയുടെ ഒക്കെ. എന്തായാലും ജിത്തു ജോസഫ് വൺസ് അഗെയിൻ തന്നിട്ട് എന്ന് തന്നെ എടുത്തു പറയാം. നല്ലൊരു സിനിമ നേരിൽ കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക. കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക തിയേറ്ററിൽ നിന്ന്. എന്തായാലും ക്രിസ്മസിന് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഒരേ സമയം സിനിമ ഡ്രാമയാണ്, ഇമോഷണൽ കോർട്ട് റൂമാണ്, അതുപോലെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു സിനിമയും കൂടെയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ക്രൈംസ് നടക്കുന്നുണ്ട്. ഇതേപോലത്തെ ആ ക്രൈംസിനെയും അതിൻ്റെ നീതിന്യായ വ്യവസ്ഥകളെയും, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കോടതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് ഡീൽ ചെയ്യുന്നതെന്നൊക്കെ സിനിമ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നേരെ ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ ഐറ്റം എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് 3 സ്റ്റോക്സിൽ കൂടി പിന്നീട് കാണാം. ഓക്കെ.